അമിത രോമ വളർച്ച ഒരു വലിയ കൺസേൺ ആണ്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ലേസർ ഹെയർ റിഡക്ഷൻ ഒരു മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ആണെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അതിൽ ഒരുപാട് ഡൗട്ട്സും ഉണ്ട്. ബട്ട് അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഇന്ന് വിബയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ മെൽന നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ, എങ്ങനെയാണ് ഈ ലേസർ ഹെയർ റിഡക്ഷൻ രോമ വളർച്ച കുറയ്ക്കുന്നത്? ലേസർ പല ടാർഗറ്റ് ഉണ്ട്, പല ടൈപ്പ് ലേസർ ഉണ്ട്. ഓരോ ലേസറിൻ്റെയും വേവ് ലെങ്ത് അനുസരിച്ചിട്ട് അതിന് ഓരോ ടാർഗറ്റ്സ് ഉണ്ട് സ്കിന്നിൽ. അപ്പോൾ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ലേസറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് രോമത്തിന് ബ്ലാക്ക് നിറം കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് ഹെയർ ഫോളിക്കിൾസിൻ്റെ റൂട്ട്സിലുള്ള മെലാനിൻ അടങ്ങുന്ന കോശങ്ങളെ ഹീറ്റപ്പ് ചെയ്യും. എന്നിട്ട് പതുക്കെ അതിൻ്റെ മുടിയുടെ വളർച്ച കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ സെഷൻസ് കൂടുന്തോറും രോമത്തിൻ്റെ സൈസ് കുറയുന്നു. അങ്ങനെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിന് ശരിക്കും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ ഈ ലേസർ ഹെയർ റിഡക്ഷൻ? അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ. എന്നിരുന്നാലും ചില മെഡിക്കൽ കണ്ടീഷൻസിൽ നമ്മളത് ചെയ്യില്ല. ഓൾസോ നമ്മൾ ഉപയോഗിക്കുന്ന ലേസറിൻ്റെ ഗുണമനുസരിച്ചിട്ടും അതിൻ്റെ സേഫ്റ്റി ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ വിബയിൽ യൂസ് ചെയ്യുന്നത് FDA അപ്രൂവലുള്ള ലേസർ മെഷീനാണ്. സോ മോസ്റ്റ്ലി എഫക്റ്റീവ് ആണ്, മോസ്റ്റ്ലി സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അത് സ്കിന്നിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഹെയറിനെ മാത്രം ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ടൈപ്പ് ലേസറാണ്.